അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങാടെ പോകണമെന്നല്ലേ, അപ്പോൾ ഇന്ന് കണ്ണപ്പൻ്റെ സ്കൂളിൽ പോവുക. അവൻ്റെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യുകയും വേണം, ആ കൂടെ അവൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള അഡ്മിഷനും കൂടി എടുക്കണം. അപ്പോൾ ഒരു 1:45 1:30 ആ സമയമാണ് പറഞ്ഞേച്ചത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തായാലും ഇച്ചിരി ലേറ്റായി, 2 മണി ആവാറായി. അവിടെ ചെന്ന് ഇതൊക്കെ ഒപ്പിട്ട് കൊടുത്ത് പിന്നെ അതും ഫില്ല് ചെയ്തിട്ട് പോരാ. പക്ഷെ പോരുമ്പോൾ ഞങ്ങൾക്ക് അമ്മൂസിനെയൊക്കെ വിളിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവരുടെ ക്ലാസ് കഴിയുമ്പോൾ 3 മണി ആവുമല്ലോ. അപ്പോൾ അത് കണക്കാക്കി പോയാൽ മതിയല്ലോ. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഞങ്ങളും പഠിച്ചത് അവിടെ അടുത്താട്ടോ. അപ്പോൾ ഈ വഴി കൂടിയൊക്കെ ഞങ്ങൾ പോയും വരികയും ചെയ്തുകൊണ്ടിരുന്ന വഴി. ഇതിൽ പോകുമ്പോൾ എപ്പോഴും ഓർക്കും നമ്മൾ ഇതിൽ എത്ര നാൾ പോയി വരികയും ചെയ്തുകൊണ്ടിരുന്നതാ എന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്താണ് പഠിച്ചത്, സിവിലിന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി വരികയും ചെയ്തുകൊണ്ടിരുന്ന ഇതിലെ. പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ല, പഠിത്തം ഏകദേശം തീരാറായപ്പോഴാണ് സ്നേഹത്തിലാവുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൈയും പിടിച്ച് നടക്കില്ല, അങ്ങനെ പ്രേമിച്ച് അതിൽ നടക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും അതിൽ പോകുമ്പോൾ ഒരു ഇത്, നമ്മൾ പോയ വഴിയാണല്ലോ, നമ്മൾ അത്രയും നാളും പഠിച്ച സ്ഥലമാണല്ലോ എന്നുള്ളൊരിത്. ഞങ്ങൾ പഠിച്ച ഇവരുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇവരുടെ സ്കൂളിൽ ഇവരുടെ സ്കൂളിൽ +2 വരെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ലോണം പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം, നല്ല സ്കൂളാട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയത്, ഇതാണ് സ്കൂളും കാര്യങ്ങളൊക്കെ. ഇനി അകത്ത് കയറണം, പക്ഷേ ഇന്ന് ക്ലാസ്സുള്ള സമയമായതുകൊണ്ട് അകത്തോട്ട് വണ്ടി കയറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പഠിച്ചത് അപ്പുറമായിട്ടോ, ഇത് കണ്ട് അവിടെ ഞങ്ങളുടെ സ്കൂളിലൊരു പള്ളിയൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ പള്ളിയുടെ അപ്പുറമാണ് ഞങ്ങൾ പഠിച്ചത്. ഇനി ഇപ്പുറത്താണ് ഇവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടും തമ്മിലൊരു മതൻ്റെ വ്യത്യാസമുള്ളേ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി, അകത്തോട്ട് കയറാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വണ്ടി പുറത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ക്ലാസ് വരുന്ന സമയമായിരുന്നെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലാസ് വിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അധികം പേരൊന്നുമില്ല, മീറ്റിങ്ങും അതിലൊന്നുമില്ല. ചെല്ലും പ്രോഗ്രസ് കാർഡ് കയറും, അത് സൈൻ ചെയ്ത് കൊടുക്കുക, ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചേട്ടനാണ് ഫോം ഫില്ലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരം കൊണ്ട് അവനെ നോക്കൂട്ടാ. അപ്പോൾ അവൻ ക്ലാസ്സിൽ നിന്ന് ഭയങ്കര പഠിത്തമാണേ. എന്നെ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് എന്നെ കാണിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷെ പുള്ളി എന്ന് നോക്കിയിട്ട് പിന്നെ എഴുതാൻ തുടങ്ങിയിട്ടോ, ഭയങ്കര എഴുതലാട്ടോ. ഞാൻ നോക്കുമ്പോഴൊക്കെ ഭയങ്കര എഴുതലാണ്. എൻ്റെ മുമ്പിൽ ഇനി അങ്ങനെ കാണിക്കണമെന്നാണോ അവന് നാണമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൻ്റെ മാർക്കൊക്കെ ഇതാക്കിയായിട്ട് ഞാനപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി സൈൻ ചെയ്ത് കൊടുത്ത്. അപ്പോൾ പോരാൻ നേരത്തെ അവനെ വിളിച്ചിട്ടുണ്ടാട്ടെ ഞങ്ങൾ പോകുന്നത്. അപ്പം ഇനി അവരെ വിളിക്കാറായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരണം. അവർ വിളിക്കണം, 3:15 അവരെ ക്ലാസ് കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് വല്ല കടയിലൊക്കെ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് ഓർത്ത്. എന്ന് പറഞ്ഞാൽ അവർ വിളിക്കണ നേരം ആവാതെ ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ 2:30 ആയുള്ളൂ, ഇനി നേരം കിടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.